ഇപ്പം ഞായറാഴ്ച വീട്ടിൽ ബോറടിച്ചിരുന്നപ്പോഴാണ് അടുക്കളയിൽ നിന്ന് ഒരു അശരീരി വന്നത്. നമുക്ക് പാച്ചുകൂട്ടിനെ കൊണ്ടൊന്ന് പുറത്ത് കറങ്ങാൻ പോയാലോ? അപ്പോൾ എവിടെ പോകുമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് തൊട്ടടുത്തുള്ള എന്നാൽ ഇതുവരെ പോകാത്ത ഒരു മാളുള്ള കാര്യം ഓർത്ത്. അങ്ങനെ നേരെ ഫോറം മാളിലേക്ക് പോകാമെന്ന് തീരുമാനിച്ച് വണ്ടി എടുത്ത് നേരെ ഫോറം മാളിലേക്ക് എത്തി. നല്ല തിരക്കാണെന്നാണ് ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചത്. നമ്മൾ കാറ് പാർക്ക് ചെയ്യാനായിട്ട് ഇങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോഴേ നല്ല നമസ്കാരം നല്ല അടിപൊളിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടത് മനോഹരം കാണാത്തത് അതിമനോഹരം എന്ന് പറയുന്ന പോലെയാണ് ഇവിടുത്തെ പാർക്കിങ്. ആഹാ, അടിപൊളി. വീഗാലാൻഡ് റൈഡ് പോലും തോറ്റു. അതുപോലത്തെ കാർ പാർക്കിംഗ് ഏരിയയാണ് നമുക്കിവിടെ ഒരുക്കി വെച്ചേക്കുന്നത്. എങ്ങനെയൊക്കെയോ തല കറങ്ങി മതിലൊന്നും ഇടിക്കാണ്ട് വണ്ടി പെട്ടെന്ന് തന്നെ മുകളിലെത്തിച്ചു. താഴത്തെ നിലയൊക്കെ കംപ്ലീറ്റ് പാർക്കിങ് ഫുള്ളാണ്. ഏറ്റവും ടോപ്പിലാണെന്ന് തോന്നണം ഞങ്ങൾക്ക് കിട്ടിയത്. അങ്ങനെ ഒരു സ്ഥലം കണ്ടെത്തി വണ്ടി പാർക്ക് ചെയ്തു. നേരെ ഹൈപ്പർ ലക്ഷ്യമാക്കി നടന്നു. ഹൈപ്പറിൽ വന്നപ്പോൾ ഓഫറുള്ള ഐറ്റംസ് എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളതിൽ നിന്ന് വെളിച്ചെണ്ണ എടുത്ത്, കരിക്കുന്ന ബ്രാൻഡിൻ്റെ വെളിച്ചെണ്ണയാണ് ഞങ്ങൾ എടുത്തത്. അപ്പോൾ ഇതുവരെ ഉറങ്ങിക്കിടന്ന പാച്ചുക്കുട്ടൻ ഹൈപ്പറിലെത്തിയപ്പോഴേക്കും എണീറ്റ് ചാടി ഇറങ്ങിയിട്ടുണ്ട്. ഇനി പാച്ചുക്കുട്ടൻ്റെ വേലത്തരങ്ങളാണ് ഈ കാണുന്നത്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്നു കഴിഞ്ഞാൽ അവൻ ഇറങ്ങി നടക്കണം, അതിലേക്ക് വലിച്ചു വാരി ഓരോ സാധനങ്ങളൊക്കെ എടുക്കണം. ഇതൊക്കെയാണ് അവൻ്റെ കലാപരിപാടികൾ ഇപ്പോഴത്തെ. പിന്നെ പാർക്കിങ്ങിൻ്റെ കാര്യത്തിൽ വേറൊരു കാര്യവും കൂടി ഉണ്ട്. നിങ്ങൾ ആരോടും പറയാൻ നിൽക്കണ്ട. ഇവിടെ പാർക്കിങ്ങിന് കാശ് കൊടുക്കണ്ടെന്നേ, ഫ്രീ ആണ്. ഫൺ സിറ്റിയിൽ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഉള്ള ഒരുപാട് റൈഡുകളുണ്ട് ഇവിടെ. ഫൺ സിറ്റിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ പാച്ചുക്കുട്ടൻ അലമുറി ഇട്ട് കരയാൻ തുടങ്ങി. കാരണം നോക്കിയപ്പോഴാണ് കുക്കറിൻ്റെ വിസിൽ ചീറ്റുന്ന പോലത്തെ ഒരു റൈഡ് ഉണ്ട് ഇവിടെ. അതങ്ങോട്ട് കേട്ടപ്പോഴേക്കും പുള്ളി കരച്ചിൽ തുടങ്ങി. അങ്ങനെ ഫൺ സിറ്റി വേഗം ഓടിച്ചിട്ട് കണ്ടു തീർത്തിട്ട് ഞങ്ങൾ നേരെ ഇറങ്ങി പുറത്തോട്ട്. ബോറടി മാറ്റാനായിട്ട് ഫൺ സിറ്റിയിൽ വന്നപ്പോഴാണ് ഞങ്ങളെക്കാൾ ബോറടിച്ചിരിക്കുന്ന ഒരു ചേട്ടനെ കണ്ടത്.
ഞങ്ങളെന്തായാലും പോയ ദിവസം അധികം തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഈ വീഡിയോ കണ്ട നിങ്ങളും ഹാപ്പിയാണെന്ന് ഞങ്ങൾ കരുതുന്നു. അപ്പോൾ ഇനിയൊരു വീഡിയോയുമായി കാണുന്നവരെ ടാറ്റ, ബൈ ബൈ, സീ യു.